അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ പേരൻസ്. സിനിമയുടെ തുടക്കം കാലിഫോർണിയയിലേക്ക് യാത്ര പോകുന്ന ഒരു കുടുംബത്തെയാണ് കാണിക്കുന്നത്. 10 വയസ്സുള്ള മൈക്കിൾ, അച്ഛൻ നിക്കും അമ്മ ലില്ലിയുമാണ് ഈ കുടുംബത്തിലുള്ളത്. ഇവരിപ്പോൾ വീട് മാറി ഒരു പുതിയ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അന്ന് രാത്രി മാംസാഹാരമാണ് നിക്കും ലില്ലിയും പാകം ചെയ്തിരുന്നത്. പുതിയ വീട് മൈക്കിളിന് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. അവൻ്റെ മൂഡ് തന്നെ ആകെ തെറ്റിയിരിക്കുന്നു. മൈക്കിളിന് മാംസാഹാരം ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് അന്ന് അവൻ ആഹാരം കഴിച്ചിരുന്നില്ല. ശേഷം അച്ഛൻ അവനെയും എടുത്ത് ഉറക്കാൻ കിടത്തിയിട്ട് തിരിച്ചു പോകുമ്പോൾ അന്ന് രാത്രി മൈക്കിൾ ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം കാണുകയാണ്. ചോര നിറഞ്ഞ ഒരു കുളത്തിലേക്ക് താൻ കട്ടിലിൽ നിന്നും വീണ് മുങ്ങി മരിക്കുന്ന ഒരു വിചിത്രമായ സ്വപ്നമാണ് മൈക്കിൾ കണ്ടിരുന്നത്. ശേഷം രാവിലെ ആകുമ്പോൾ മൈക്കിളിൻ്റെ അമ്മ ഇറച്ചി ആഹാരങ്ങളെടുത്ത് വേവിക്കുന്ന സമയത്ത് ഇന്നലെ കണ്ട സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ച് ആകെ പേടിച്ച് വിരണ്ട് മൈക്കിൾ അവിടെ ഇരിക്കുന്നു. അടുത്ത സീനിൽ മൈക്കിളിൻ്റെ പുതിയ സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ ടീച്ചർ പഴയ കുട്ടികളോട് പുതിയതായി വന്ന മൈക്കിളിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. തുടർന്ന് എല്ലാവർക്കും മറക്കാനാവാത്ത ഒരു അനുഭവം പറയുമ്പോൾ മൈക്കിള് ഒരു വിചിത്രമായ കാര്യം തന്നെ ടീച്ചറോടും കുട്ടികളോടും പറയുകയാണ്. ഒരു പൂച്ചയെ കൊന്നു കത്തിച്ച കാര്യം. ഇതൊക്കെ കേട്ട് ടീച്ചറാകെ അമ്പരപ്പോടെ നിൽക്കുകയും ആരും വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ കൊല്ലരുതും ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഉപദേശം കൊടുക്കുന്നു. പിന്നീട് മൈക്കിളിന് ഷീല എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ഫ്രണ്ടായിട്ട് കിട്ടുകയാണ്. അന്ന് രാത്രി വീട്ടിൽ വെച്ച് അവരെല്ലാം ആഹാരം കഴിക്കുന്ന സമയത്ത് അച്ഛൻ മൈക്കിളിന് ഇറച്ചി ആഹാരം കൊടുത്തപ്പോൾ അത് അവൻ വേണ്ടെന്ന് പറഞ്ഞു. ശേഷം മൈക്കിള് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അമ്മ അടുത്തേക്ക് വരികയും നീ എന്താണ് ഇങ്ങനെ പേടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മുകളിൽ നോക്കിയിട്ട് രാത്രിയാകുമ്പോൾ ഇവിടെ വലിയ ശബ്ദം കേൾക്കുന്നു, എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോൾ മോനെ അതുവഴിയാണ് ഗ്യാസ് പൈപ്പുകൾ പോയിരിക്കുന്നത്, അതിൻ്റെ സൗണ്ടാണ്, നീ പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനപ്പെടുത്തി അമ്മ തിരിച്ചു പോവുകയാണ്. അടുത്ത സീനിൽ വെള്ളം കുടിക്കാൻ വേണ്ടി മൈക്കിള് അടുക്കളയിൽ പോകുന്ന സമയത്ത് അവിടെ വെച്ച് തൻ്റെ അച്ഛനും അമ്മയും 18+ കാര്യങ്ങൾ ചെയ്യുന്നത് അവൻ ഭീതിയോടെ കണ്ട്. പെട്ടെന്ന് തന്നെ അവൻ്റെ അമ്മ അവനെയും എടുത്ത് റൂമിലേക്ക് പോവുകയാണ്. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ടീച്ചർ കുട്ടികളോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടം വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഇന്നലെ രാത്രി കണ്ട അച്ഛനും അമ്മയും ചെയ്ത 18+ പടങ്ങളൊക്കെയാണ് ഇവൻ വരച്ചു വെച്ചത്. ഇത് ടീച്ചർ കണ്ട് ഇവനിക്കെന്തോ മാനസികമായ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കി മൈക്കിളിൻ്റെ അമ്മയെ ഫോൺ വിളിച്ച് വരുത്തിയിട്ട് കാര്യമെല്ലാം പറയുമ്പോൾ അതിനെയൊക്കെ വലിയ നിസ്സാരമായി കണ്ട് അവർ അവിടെ നിന്നും തിരിച്ചു പോവുകയാണ്. പിറ്റേന്ന് സ്കൂളിലെത്തിയ മൈക്കിളിനെ വിളിച്ച് ഒരു സൈക്കാട്രിസ്റ്റ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റപ്പോൾ തൻ്റെ അച്ഛനും അമ്മയും ബന്ധപ്പെട്ടിരുന്നത് ഞാൻ കണ്ടെന്ന ഞെട്ടിക്കുന്ന കാര്യം സൈക്കാട്രിസ്റ്റിനോട് അവൻ പറയുകയാണ്. മൈക്കിളിൻ്റെ അച്ഛൻ നിക്ക് മോർച്ചറിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ വെച്ച് ഒരു ബോഡിയുടെ കരളിൻ്റെ ഭാഗം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മുറിച്ചു തരാൻ നിക്ക് തൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ്. എന്നാൽ ഇവിടെ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ ടെസ്റ്റ് ചെയ്യണമെന്ന് കൂട്ടുകാരനോട് ഒരു കള്ളം പറഞ്ഞതായിരുന്നു. കാരണം മനുഷ്യ ശരീരഭാഗങ്ങളായിരുന്നു ഇവർ വേവിച്ച് കഴിച്ചിരുന്നത്. അത് ഇയാളും ഭാര്യ ലില്ലിയും ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അന്ന് രാത്രി നിക്ക് കൊണ്ടുവന്ന മനുഷ്യ ശരീരഭാഗമാണ് വേവിച്ചിരുന്നത്. തൻ്റെ മാതാപിതാക്കളുടെ പെരുമാറ്റവും എല്ലാം കണ്ട് വളരെ ഭീതിയോടെ മൈക്കിൾ നോക്കി നിന്നു. അന്ന് രാത്രി കഴിക്കുന്ന സമയത്ത് ഈ ഇറച്ചിയൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് മൈക്കിൾ അവരോട് ചോദിക്കുകയാണ്. മൈക്കിളിന് ചെറിയ സംശയം ഉണ്ടായി തുടങ്ങുന്നു. ഇത് കേട്ടതും ദേഷ്യത്തോടെ അവനെ കൊണ്ട് ഉറങ്ങാൻ പോയെന്ന് നിക്ക് പറയുകയാണ്. ഒപ്പം ഇതിലൊന്നും ചെറുതായ നീ തലയിടണ്ട എന്നും പറയുന്നു. അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് വീണ്ടും ഒരു ഭീതിപ്പെടുത്തുന്ന സ്വപ്നം അവൻ കാണുകയാണ്. അടുക്കളയിലെ സിങ്കിൽ അറ്റുപോയ ഒരു കൈ കിടന്ന് പിടയുകയാണ്. ഒപ്പം തൻ്റെ മാതാപിതാക്കൾ പരസ്പരം കഴുത്തിൽ കടിച്ചു കീറുന്ന ഒരു രംഗവും കാണുന്നു. പിറ്റേന്ന് അവധിയായതുകൊണ്ട് തൻ്റെ കൂട്ടുകാരി ഷീല മൈക്കിളിൻ്റെ വീട്ടിലേക്ക് വന്ന് അവർ ഒരുമിച്ച് കളിക്കുകയാണ്. തുടർന്ന് ബേസ്മെന്റിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജിനകത്ത് കയറി രണ്ടുപേരും സന്തോഷത്തോടെ സമയം ചിലവഴിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് ദേഷ്യത്തോടെ മൈക്കിളിൻ്റെ അച്ഛൻ അവിടെ വരികയാണ്. കാരണം പാകം ചെയ്യാൻ വെച്ചിരിക്കുന്ന മനുഷ്യ ശരീരഭാഗങ്ങൾ അതിനകത്താണ് ഉണ്ടായിരുന്നത്. രാത്രിയിൽ ഇനി നീ ഒരിക്കലും ഷീലയെ കാണാനോ അവളോട് കമ്പനി അടിക്കാനോ പാടില്ലെന്ന് പറഞ്ഞ് മൈക്കിളിനെ നിക്ക് വിലക്കുന്നു. തൻ്റെ അച്ഛൻ്റെ ജോലിയിൽ സംശയം തോന്നിയിരുന്ന മൈക്കിൾ അച്ഛൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിക്കുകയും അങ്ങോട്ടേക്ക് അവൻ അച്ഛൻ കാണാതെ പോയി അച്ഛനെ പിന്തുടർന്ന് മോർച്ചറിയിൽ എത്തുകയും ചെയ്യുന്നു. അവിടെ വെച്ച് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് മൈക്കിൾ കാണാനിടയായത്. അവിടെ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ഫ്രഷായ ഒരു മൃതശരീരത്തിൽ നിന്നും അവയവങ്ങൾ തൻ്റെ അച്ഛൻ മുറിച്ചെടുക്കുന്ന രംഗം.
ആ ഒരു സമയത്ത് നിക്കിന്റെ കയ്യിൽ നിന്നും ഒരു കത്രിക താഴേക്ക് വീഴുകയാണ്. അത് ഉടൻ തന്നെ മൈക്കിൾ എടുത്ത് മാറ്റുന്നു. തുടർന്ന് അച്ഛൻ കാണാതെ എങ്ങനെയൊക്കെയോ അവൻ ഓടി പുറത്തേക്ക് ഇറങ്ങുന്നു. അന്ന് രാത്രി ആഹാരം കഴിക്കുന്ന സമയത്ത് അവിടെ നിന്നും എടുത്ത കത്രിക മൈക്കിളിന്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ താഴെ വീഴുകയാണ്. ഇത് അച്ഛൻ കാണുകയും തന്നെ മകൻ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അന്ന് ഉറങ്ങാൻ കിടന്നിരുന്ന മൈക്കിളിന് ഉറക്കം വന്നില്ല. ബേസ്മെന്റിൽ എന്താണ് ഉള്ളതെന്ന് അറിയാൻ അവന്റെ മനസ്സിൽ ആവേശമായി. അങ്ങനെ അച്ഛനും അമ്മയും ഉറക്കത്തിലാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവൻ താഴേക്ക് പോകുമ്പോൾ അവിടെ രക്തം പുരണ്ട ഒരു കത്തി കാണുകയാണ്. ഇത് കണ്ട് ആകെ പേടിച്ച് നടക്കുന്ന സമയത്ത് അവന്റെ പിന്നിൽ കെട്ടിത്തൂക്കിയ നിലയിലിട്ടിരുന്ന ഒരു മനുഷ്യന്റെ കാല് വന്ന് അടിക്കുകയാണ്. ഇത് കണ്ടതോടെ തന്റെ മാതാപിതാക്കൾ മനുഷ്യ ശരീരം തിന്നുന്ന നരഭോജികളാണെന്ന് മനസ്സിലായി തുടങ്ങി. തുടർന്ന് പേടിച്ച് റൂമിലോട്ട് വരുമ്പോൾ അവിടെ തന്നെയും കാത്ത് അച്ഛൻ ഇരിക്കുകയാണ്. നീ എവിടെ പോയതെന്ന് ചോദിക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന മുട്ടായി എടുത്ത് കാണിച്ച് ഞാൻ ഇതെടുക്കാൻ അടുക്കളയിൽ പോയതെന്ന് പറഞ്ഞ് ഒരു കള്ളം പറയുന്നു. ഭാഗ്യത്തിന് അച്ഛൻ അത് വിശ്വസിക്കുകയും നീ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് അച്ഛനൊരു നോട്ടം നോക്കിയിട്ട് തിരിച്ചു പോകുന്നു. പിറ്റേന്ന് രാവിലെ മൈക്കിൾ സ്കൂളിലോട്ട് പോയി തന്നെ നോക്കിയ സൈക്കാട്രിസ്റ്റായ സൂസനോട് താൻ കണ്ട ഭീതിപ്പെടുത്തുന്ന സ്വപ്നത്തെക്കുറിച്ചും ബേസ്മെന്റിൽ കെട്ടിത്തൂക്കിയ നിലയിലുണ്ടായിരുന്ന മനുഷ്യന്റെ കാലിനെ കുറിച്ചുമെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഒപ്പം തന്റെ മാതാപിതാക്കൾ നരഭോജികളെ പോലെ സ്വയം കഴുത്തിൽ കടിച്ചു കീറുന്നതുമായ കാര്യവും. ഇതെല്ലാം കേട്ടിട്ട് അത്ഭുതത്തോടെ ഇതൊക്കെ നിന്റെ തോന്നലാണ്, ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഇതൊക്കെ നിന്റെ വെറും സ്വപ്നം മാത്രമാണെന്ന് പറഞ്ഞ് അത് തെളിയിക്കാൻ വേണ്ടി സൂസൻ മൈക്കിളിനെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോയി താഴെ ബേസ്മെന്റിൽ പോകുന്നു. അവിടെ പോയി നോക്കുമ്പോൾ മൈക്കിൾ പറഞ്ഞതായ ഒരു കാര്യവും അവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ വീണ്ടും കണ്ട് ശരിയായിരിക്കും, എനിക്ക് തോന്നിയതായിരിക്കും, അങ്ങനെയൊന്നുമില്ലെന്ന് മൈക്കിൾ കരുതുന്നു. ആ ഒരു സമയത്ത് അവിടെ ഒരു എലിയെ കാണുകയും സൂസൻ അതിനെ ഓടിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ ഒളിച്ചു വെച്ചിരുന്ന ഒരു മൃതദേഹം ഇരുവരും കാണുകയും ചെയ്യുന്നു. ഇത് കണ്ട് പേടിച്ച് സൂസൻ അലറി വിളിക്കുകയാണ്. അന്നേരം മൈക്കിളിന്റെ മാതാപിതാക്കൾ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. മൈക്കിൾ സൂസനെ അവിടെ പൂട്ടിയിട്ടിട്ട് മുകളിലെ റൂമിലേക്ക് ചെല്ലുന്നു. ഒരുവിധം സൂസൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി മൈക്കിളിനെ തേടി വരുന്ന സമയത്ത് നിക്ക് സൂസനെ കണ്ട് ആക്രമിക്കുകയും അടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് രാത്രി അവർ സൂസന്റെ ശരീരം വേവിച്ച് അത്താഴം കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് സഹിക്കാനാവാതെ മൈക്കിൾ അച്ഛനെ ആക്രമിക്കുകയാണ്. ദേഷ്യം കൊണ്ട് നിക്ക് മൈക്കിളിനെ പിടിച്ച് കസേരയിൽ കെട്ടിയിടുന്നു. എന്നിട്ട് ഈ ഇറച്ചി നീ കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയോ കെട്ടഴിച്ച് കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് മൈക്കിൾ അച്ഛനെ കുത്തുന്നു. കോപം കൊണ്ട് ജ്വലിച്ച നിക്ക് മൈക്കിളിനെ കൊല്ലാൻ വേണ്ടി തുടങ്ങുമ്പോൾ ആ ഒരു ബഹളത്തിനിടയിൽ മെഴുകുതിരി സൈഡിൽ വീണ് കർട്ടനിൽ തീ പടരുകയാണ്. ലില്ലി നിക്കിനെ തടയാൻ ശ്രമിച്ചെങ്കിലും നിക്ക് മൈക്കിളിനെ കൊല്ലാൻ വേണ്ടി ബേസ്മെന്റിൽ കൊണ്ടുപോവുകയാണ്. തന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി വേറെ വഴിയില്ലാതെ അടുക്കളയിൽ നിന്നും ഒരു കത്തിയെടുത്ത് ലില്ലി നിക്കിനെ കുത്തുന്നു. ഒരുപാട് ചോര പോയെങ്കിലും ആ കത്തി വലിച്ചൂരി നിക്ക് ലില്ലിയെ തിരിച്ചു കുത്തി കൊലപ്പെടുത്തുന്നു. തുടർന്ന് ക്ഷീണിതനാണെങ്കിലും മൈക്കിളിനെ തപ്പി നിക്ക് വരുന്ന സമയത്ത് ഗ്യാസ് പൈപ്പിൽ പിടിക്കുമ്പോൾ അത് പൊട്ടി താഴെ വീഴുകയും തൊട്ടടുത്ത വൈനിരിക്കുന്ന ഷെൽഫിൽ പിടിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഷെൽഫോടെ വന്ന് ദേഹത്ത് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. അവിടെ മുഴുവനും ഒരുപാട് ഗ്യാസ് ലീക്കായി കൊണ്ടിരിക്കുകയാണ്. പോരാത്തതിന് മുകളിലത്തെ കർട്ടനിലെ തീ ആളെ പിടിച്ച് അത് താഴേക്കും എത്തുന്നു. ജീവൻ രക്ഷയ്ക്ക് വേണ്ടി മൈക്കിൾ പുറത്തേക്കിറങ്ങി ഓടുന്നു. താമസിയാതെ അവരുടെ വീട് ആളെ കത്തി പൊട്ടിത്തെറിക്കുകയാണ്. അതിനുശേഷം മൈക്കിൾ തന്റെ മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ് കഴിഞ്ഞിരുന്നത്. ഉറങ്ങുന്നതിന് മുമ്പ് അവർ മൈക്കിളിന് ഒരു ഗ്ലാസ് പാലും വിചിത്രമായ ഒരു തരം ഇറച്ചിയും കഴിക്കാൻ കൊടുത്തു. ആ സമയത്ത് മൈക്കിളിന്റെ മനസ്സിൽ വീണ്ടും സംശയങ്ങൾ കടന്നുകൂടി. ഇവരായിരിക്കുമോ അച്ഛനും അമ്മയ്ക്കും മനുഷ്യയിറച്ചി കഴിക്കുന്ന കാര്യം പഠിപ്പിച്ചത്? ഇനി ഇത് മനുഷ്യയിറച്ചി ആയിരിക്കുമോ എന്നുള്ള പേടിപ്പെടുത്തുന്ന സംശയങ്ങൾ. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.